16ാം ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള വലിയൊരു തരംഗം ഉയർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നിശ്ചയമായിട്ടും സമകാലിക സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങൾ UDF-നെതിരായിട്ടും UP-ക്കെതിരായിട്ടുമുള്ള ഒരു പൊതുവികാരം സമൂഹത്തിലാകെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ UP-ക്കുണ്ടായിട്ടുള്ള, വിശേഷിച്ച് കോൺഗ്രസിനുണ്ടായിട്ടുള്ള കനത്ത പരാജയം എത്രമാത്രം കോൺഗ്രസിന്റെ ജനവിരുദ്ധ നയങ്ങളോട് ജനങ്ങൾക്ക് എതിർപ്പുണ്ടെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു. വിലക്കയറ്റം, അഴിമതി തുടങ്ങിയിട്ടുള്ള സാമൂഹ്യ പ്രശ്നങ്ങളോട് ജനങ്ങളുടെ ഒടുങ്ങാത്ത പ്രതിഷേധമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംസ്ഥാനത്തുടനീളം പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ UDF-ന്റെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസം കഴിയുന്നതോറും ഉയർന്നു വരുന്ന വിഷയങ്ങൾ ഗവൺമെന്റിനെതിരായിട്ടുള്ള ബഹുജന വികാരത്തെ ശക്തിപ്പെടുത്തുന്നുണ്ട്. അർത്ഥത്തിൽ ഒരു ഗവൺമെന്റാണ് നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്നതെന്ന ബോധമല്ല ജനങ്ങളെ നയിക്കുന്നത്. ഒരുതരം തട്ടിപ്പു സംഘം നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നു എന്നാണ് ഇപ്പോൾ ജനങ്ങൾ വിചാരിക്കുന്നത്. സരിതയും ഷാനുവും ബിജുവും, മുഖ്യമന്ത്രിയുടെ ഗൺമാനായിട്ടുള്ള സലിം രാജും, പിന്നെ മുഖ്യമന്ത്രിയും അവരുടെ കുടുംബാംഗങ്ങളും, അങ്ങനെ ഒരു ചെറിയ വിഭാഗത്തിന്റെ കൈകളിലേക്ക് സംസ്ഥാനത്തിന്റെ ഭരണയന്ത്രമാകെ എത്തിച്ചേർന്ന് നിൽക്കുന്നതായിട്ടുള്ള അപമാനകരമായിട്ടുള്ള കാഴ്ച കേരളീയ സമൂഹം കാണുകയാണ്. ഇന്നലെ തന്നെ ഉയർന്നു വന്ന പുതിയ വിവാദങ്ങൾ, ഫയാസ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര കുറ്റവാളിയുമായി കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിക്കും വക്താവായിട്ടുള്ള കോൺഗ്രസിന്റെ KPCCയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ ഹസനുമുള്ള ബന്ധം വെളിവാക്കുന്ന ചിത്രങ്ങൾ യഥാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പൊതുസമൂഹത്തെ വല്ലാതെ ഞെട്ടിപ്പിച്ച ഒരു അനുഭവമായി അത് മാറുകയാണ്. ഫലത്തിൽ സംസ്ഥാന ഭരണമെന്ന് പറയുന്നത് ഒരു തട്ടിപ്പ് സംഘത്തിന്റെയും അന്താരാഷ്ട്ര കുറ്റവാളികളുടെയും കൈകളിലേക്ക് നീങ്ങുന്നു എന്ന പൊതുബോധം യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വന്നിട്ടില്ല. സാമാന്യ ജനങ്ങളുടെ നേറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഈ ഗവൺമെന്റ് കഴിയുന്നില്ല. എല്ലാ ക്ഷേമ പദ്ധതികളും അവതാളത്തിലാക്കിയിരിക്കുന്നു, പെൻഷനുകളെല്ലാം തന്നെ നിർത്തലാക്കിയിരിക്കുന്നു, ഖജനാവ് കൂട്ടപ്പെടുന്നു, റേഷൻ കടകൾ കൂട്ടി റേഷൻ ഷോപ്പ് ഉടമകൾ അതെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകളാക്കി മാറ്റുമെന്ന് പറയുന്നു. ഇങ്ങനെ എല്ലാ വിധത്തിലും വളരെ പ്രതിഷേധം ജനങ്ങളുടെ മനസ്സിനകത്ത് കത്തി നിൽക്കുന്നതായിട്ടുള്ള സന്ദർഭത്തിലാണ് 16ാം ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ പ്രതിഷേധം നിശ്ചയമായിട്ടും കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ആഗോളവൽക്കരണ നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ പുതിയ ഒരു ഭാവവും രൂപവും കൈവരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ഫെബ്രുവരി മാസം 20-21 തീയതികൾ നടന്ന 48 മണിക്കൂർ പണിമുടക്കത്തെ കണ്ട തൊഴിലാളികളുടെ ഐക്യബോധത്തിന്റെ പുതിയ ഒരു ചിത്രമായിരിക്കും ഏപ്രിൽ മാസം 10-ന് നടക്കുന്നതായിട്ടുള്ള നമ്മുടെ സംസ്ഥാനത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ ദൃശ്യമാവുക. ആത്മവിശ്വാസത്തോടു കൂടിയാണ് ജനവിരുദ്ധമായിട്ടുള്ള ഒരു ഗവൺമെന്റിനെ മാറ്റുക എന്ന ആത്മാർത്ഥമായിട്ട് താല്പര്യത്തോടു കൂടിയാണ് ജനങ്ങൾ നീങ്ങുന്നത്. BJP-യെയും കോൺഗ്രസിനെയും ഒഴിവാക്കി മതനിരപേക്ഷ കക്ഷികളുടെ ഒരു ഗവൺമെന്റിനെ കേന്ദ്രത്തിൽ 96-ൽ അധികാരത്തിൽ കൊണ്ടുവന്നതുപോലെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ രാജ്യത്തെമ്പാടുമുള്ള ജനങ്ങൾക്ക് കൈവന്നിരിക്കുന്നത്. അത് ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയുമെന്ന വിശ്വാസമാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പൊതുവിലുള്ളത്, ജനങ്ങൾക്കാകെയുള്ളത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ തിരുവനന്തപുരത്തെ 2 സീറ്റുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭിമാനകരമായിട്ടുള്ള വിജയം കരസ്ഥമാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് കള്ളപ്രചാരവേല തുടക്കത്തിൽ തന്നെ ആരംഭിച്ചതാണ്. അത് ഉച്ചസ്ഥായിയായിട്ടുള്ള ഭാവത്തിലെത്തിയിരിക്കുന്നത്. ആറ്റിങ്ങലിലെ UDF സ്ഥാനാർത്ഥി ഇന്നലെ നടത്തിയ നാടകം സാധാരണ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ വിദ്യാർത്ഥികൾ പോലും കാട്ടാത്ത തരത്തിലുള്ള വൃത്തികെട്ടൊരു നാടകമായി പോയി. അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘോഷയാത്രയ്ക്കിടയിൽ കോൺഗ്രസ് അനുഭാവിയായിട്ടുള്ള ഒരു ബൈക്ക് യാത്രക്കാരന്റെ ബൈക്കിൽ മുട്ടിച്ച ഒരു അനൗൺസ്മെന്റ് വാഹനത്തെ പിന്തുടർന്ന്, നിർത്താതെ പോയ അനൗൺസ്മെന്റ് വാഹനത്തെ പിന്തുടർന്ന് അത് തടസ്സപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ട് അവർ തമ്മിലുണ്ടായിട്ടുള്ള പ്രശ്നമാണ്. പെട്ടെന്ന് പിന്നാലെ വന്നതായിട്ടുള്ള സ്ഥാനാർത്ഥിയുടെ വാഹനം സഡൻ ബ്രേക്കിൽ നിർത്തിയപ്പോൾ
സ്ഥാനാർത്ഥിയുടെ വാഹനം ബ്രേക്കിൽ നിർത്തിയാൽ ഉണ്ടാകുന്നതായിട്ട് നിൽക്കുകയായിരുന്നല്ലോ. അവര് ആ കമ്പിയിൽ പോയി ഇടിച്ച് അവരുടെ തോളിലോ അതുപോലെ വയറ്റിലോ ഒക്കെ തന്നെ അവർക്ക് ചെറിയ ചതവ് ഐഡിയുടെ ഭാഗമായിട്ടുണ്ടായതായിട്ടാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ടും അവർ ഏതാനും സ്വീകരണ സമ്മേളനങ്ങളിൽ സംബന്ധിച്ചു. 8 or 9 സ്വീകരണ സമ്മേളനങ്ങളിൽ പങ്കെടുത്തു. വയറുവേദനയോ മറ്റോ ഇതിന് ഇടിയുടെ ആഘാതത്തിൽ വയറുവേദന മറ്റോ കലശലായതിനെ തുടർന്ന് ആശുപത്രിയിൽ പോകണമെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ പോയി. ആശുപത്രിയിൽ കൊടുത്ത ഡോക്ടർക്ക് കൊടുത്ത രേഖയിലും അവർ പറയുന്നത് ഇങ്ങനെ സഡൻ ബ്രേക്ക് ഇട്ടപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു ആഘാതമാണ്, അപ്പോൾ ദേഹം മുട്ടുകയാണ് എന്നാണ് പറഞ്ഞത്. പിന്നീട് ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അവരുടെ ഭർത്താവ് കൃഷ്ണകുമാർ, അതുപോലെ തന്നെ പൊതുവെ തിരുവനന്തപുരത്തിന് അറിയാവുന്നതായിട്ടുള്ള കോൺഗ്രസിന്റെ ഒരു അധോലോക പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഒരു ലത്തീഫ്, ഈ രണ്ടാളുകളും കൂടെ ചേർന്ന് ഒരുക്കിയ കെണിയും നാടകവുമാണ് LDF-കാരുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ബിന്ദുകൃഷ്ണ ആശുപത്രിയിലായി എന്ന് പറയുന്നത്. സത്യത്തിൽ പരമപുച്ഛത്തോടു കൂടിയാണ് ബിന്ദുകൃഷ്ണയുടെ ഈ അപവാദ വ്യവസായത്തെ, അപവാദ പ്രചരണത്തെ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ ജനങ്ങൾ നോക്കിക്കാണുന്നത്. ഇനിയും ഏതാനും മണിക്കൂറുകളുണ്ട്. ഞങ്ങൾ ഭയത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. ഏതു തരം പുതിയ അപവാദ പ്രചാരണത്തിനാണ് ബിന്ദുകൃഷ്ണയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ലത്തീഫും ഈ കൃഷ്ണൻ അണിയറിയിൽ അരങ്ങൊരുക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയില്ല. ഏതു തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങൾ വന്നാലും ആ ദുഷ്പ്രചരണങ്ങൾ നേരിട്ട് മുന്നോട്ട് പോകാനായിട്ട് പക്ഷേ ജനാധിപത്യ മുന്നണിക്കാകും. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ബിന്ദുകൃഷ്ണ പരാജയം സമ്മതിച്ചതിന്റെ ഏറ്റവും വലിയ തെളിവായിട്ട് ഈ അന്യായമായിട്ടുള്ള ദുഷ്പ്രചരണത്തെ ഞങ്ങൾ നോക്കിക്കാണുന്നത്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണ വേളയിൽ കാണിച്ച അതേ വൃത്തികേടുകൾ ഈ മണ്ഡലത്തിലെ പ്രവർത്തനത്തിലുടനീളം അവർ പ്രദർശിപ്പിച്ചു. കോടികൾ വാരി ചെലവഴിച്ചു. പണത്തിന്റെ ഒരു പ്രളയമാണ് യഥാർത്ഥത്തിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നടക്കുന്നത്. ഇങ്ങനെയൊക്കെ ആയിട്ട് പോലും അവരത് അവസാനിപ്പിക്കാൻ തയ്യാറാകുന്നില്ല. ജനകീയ രോഷം ഉയർന്നു വന്നിട്ട് പോലും അവസാനിപ്പിക്കാനായിട്ട് അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്നതായിട്ടുള്ള കാഴ്ച. ഏതായാലും ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ സമ്മതിദായകരോട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാരോട്, മുന്നണിയുടെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് വളരെ ജാഗ്രതയോടെ, കരുതലോടെ വരുന്ന ഏതാനും മണിക്കൂറുകൾ നിങ്ങൾ കാത്തിരിക്കണം, പ്രവർത്തിക്കണം. ഏത് അപവാദ പ്രചരണത്തിനും ചുട്ട മറുപടി തക്ക സമയത്ത് തന്നെ നൽകാൻ വേണ്ടിയിട്ട് കഴിയണം. ഏത് നിലവാരമില്ലായ്മയും കാണിക്കാൻ തക്ക ഒരു തൊലിക്കട്ടിയുള്ള ഒരു നേതാവിനോടാണ് സമ്പത്ത് മത്സരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. സമ്പത്തിന് ആ നിലവാരത്തിലേക്ക് ഒരിക്കലും താഴ്ന്നു പോകാൻ വേണ്ടിയിട്ട് സാധ്യമല്ല. നമ്മൾ ശരിയായിട്ടുള്ള രൂപത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. നമ്മൾ രാഷ്ട്രീയമാണ് പറയുന്നത്, ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് പറയുന്നത്, വികസന പ്രവർത്തനങ്ങളാണ് പറയുന്നത്, പാർലമെന്റിലെ പ്രകടനത്തെക്കുറിച്ചാണ് ജനങ്ങളോട് സംസാരിക്കുന്നത്. ജനങ്ങൾക്കത് ഉത്തമ ബോധ്യമുണ്ട്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർവേകളിലും ചാനലുകളിലും ഒക്കെ നടന്നതായിട്ടുള്ള ജനങ്ങളുടെ പൊതു സംസാരത്തിലെല്ലാം തന്നെ സമ്പത്ത് വലിയ വിജയം കരസ്ഥമാക്കുമെന്ന പൊതു അഭിപ്രായം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതിനെ തകിടമറിക്കാൻ നടക്കുന്നതായിട്ടുള്ള നീക്കത്തെ നമുക്ക് ചെറുക്കാൻ വേണ്ടിയിട്ട് കഴിയേണ്ടതായിട്ടുണ്ട്. നന്നായ പ്രവർത്തനത്തിലൂടെയാണ് നമുക്കത് നേടിയെടുക്കാൻ വേണ്ടി കഴിയുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാരോടും അതുപോലെ തന്നെ മറ്റ് വോട്ടർമാരോടും ഞങ്ങളെ സ്നേഹിക്കുന്ന ദശലക്ഷക്കണക്കായിട്ടുള്ള സാധാരണ മനുഷ്യരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ പരാജയ ഭീതിയിലാണെന്നുള്ളതിന് തെളിവാണ് ഇന്നലെ പെന്തിക്കോസ്ത് സഭയിലെ പാസ്റ്റർമാരുടെ യോഗം വിളിച്ചു കൂട്ടി അവരോട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ. 2 മണ്ഡലത്തിൽ മാത്രമേ എനിക്ക് നിലനിൽപ്പുള്ളൂ, ബാക്കി മണ്ഡലങ്ങളെല്ലാം എന്നെ കൈവിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പാസ്റ്റർമാരിറങ്ങി ആ വോട്ടർമാരുടെ പ്രചരണം നടത്തുന്ന നിങ്ങൾക്ക് ഞാൻ പൈസയെല്ലാം തരാം എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ ഒരു ബ്രൈബ്, അതാണ് ഇവിടെ ഇന്നലെ തരൂർ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം തുടക്കം മുതൽ തന്നെ കോടികൾ വാരി ചെലവഴിച്ചും ആളുകളെ വിലക്കെടുത്തും ഈ തെരഞ്ഞെടുപ്പിനെ പണാധിപത്യത്തിന്റെ ഒരു ഏർപ്പാടാക്കി മാറ്റാമെന്നുള്ള ധാരണയോടുകൂടി തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം തിരുവനന്തപുരത്തെ വോട്ടർമാർക്കെല്ലാം നന്നായിട്ട് അറിയാം. ഇലക്ഷന്റെ പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ കോടികൾ ചെലവഴിച്ചാണ് കേരളത്തിലെ പ്രമുഖങ്ങളായിട്ടുള്ള, കേരളത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന എല്ലാ പ്രമുഖ ഇംഗ്ലീഷ് ദിനപത്രങ്ങളടക്കം എല്ലാ പ്രമുഖ പത്രങ്ങളിലും അദ്ദേഹത്തിന്റെ വക പരസ്യം കൊടുക്കാൻ വേണ്ടി തയ്യാറായത്. അതിനെ തുടർന്ന് എല്ലാം ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകൾ മത്സരിച്ചാണ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകളല്ല വോട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് അദ്ദേഹത്തിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. അത് April 10 കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് പൂർത്തിയാകും. പണവും ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകളും ചേർന്നാൽ ഒരു സ്ഥാനാർത്ഥി ജയിപ്പിക്കാനൊന്നും സാധ്യമല്ല. ജനങ്ങളുടെ മനസാക്ഷിയുടെ പിന്തുണയാണ് ഒരു സ്ഥാനാർത്ഥി നേടിയെടുക്കുന്നത്. അത് തീർത്തും ശശി തരൂർ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. സുനന്ദ പുഷ്കറിന്റെ മരണം സൃഷ്ടിച്ചതായിട്ടുള്ള സംശയത്തിന്റെ നിഴലിലാണ് ശശി തരൂർ
സ്വന്തം ഭാര്യയുടെ ജീവൻ സംരക്ഷിക്കാൻ കഴിയാത്തതായിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ ഈ നാടിനെ സംരക്ഷിക്കാൻ കഴിയുമെന്ന ചോദ്യം യഥാർത്ഥത്തിൽ ഇപ്പോൾ വരുന്നുണ്ട്. 5 വർഷക്കാലം തലസ്ഥാന നഗരിയടക്കം വരുന്നതായിട്ടുള്ള ഈ മണ്ഡലത്തെ തിരിഞ്ഞു നോക്കാത്ത ഒരു ജനപ്രതിനിധിക്ക് എന്തിനാണ് ഞങ്ങൾ വീണ്ടും വോട്ട് ചെയ്യുന്നത് എന്ന ഒരു ബോധത്തിൽ ജനങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏപ്രിൽ 10-ന് നടക്കുന്നതായിട്ടുള്ള വോട്ടെടുപ്പെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. നല്ല വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ ബെനറ്റ് എബ്രഹാമിന് ലഭിക്കുമെന്നുള്ള കാര്യം സംശയമില്ല. കാര്യം ബെനറ്റ് വിശപ്പ് അറിഞ്ഞവനാണ്. വിശപ്പിന്റെ വിളികെട്ടാണ് ബെനറ്റ് വളർന്നത്. പരമദരിദ്രവാസികളായിട്ടുള്ള ജനതയുടെ ജീവിതം എന്താണെന്ന് അനുഭവത്തിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞാണ് ബെനറ്റ്. അദ്ദേഹത്തിന്റെ വിശപ്പിനെ കുറിച്ച് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ജീവിതത്തിലെ പങ്കപ്പാടുകളെയും കഷ്ടപ്പാടുകളെയും കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഒരു 30 വർഷത്തിന് മുമ്പ് മെഡിസിനിൽ MD ബിരുദം കരസ്ഥമാക്കിയതിനു ശേഷം തന്റെ സമൂഹത്തെ സേവിക്കുന്നതിന് വേണ്ടി 26-ാമത്തെ വയസ്സിൽ ഒരാൾ ഇറങ്ങുക എന്ന് പറയുന്നത് നിശ്ചയമായിട്ടും അത് വലിയൊരു മനസ്സ് തന്നെയാണ്. ആ മനസ്സാണ് ബെനറ്റിന് കൈമുതലായിട്ടുള്ളത്. ആ മനസ്സാണ് ബെനറ്റിനെ സ്ഥാനാർത്ഥിയാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പ്രേരിപ്പിച്ചത്. ഏറ്റവും ശരിയായ ഒരു തീരുമാനമായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചത് എന്ന തിരിച്ചറിവിലാണ് ജനങ്ങൾ ഇന്ന് നിൽക്കുന്നത്. യഥാർത്ഥ ഒരു സേവകനെ, ഒരു ജനസേവകനെ ആണ് ബെനറ്റിലൂടെ ജനങ്ങൾ കാണുന്നത്. അത്തരം ഒരു ജനസേവകനെ തെരഞ്ഞെടുക്കുന്നതിന് ലഭിക്കുന്നതായിട്ടുള്ള ഏറ്റവും നല്ല അവസരമായിട്ട് ജനങ്ങൾ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ വിനിയോഗിക്കും. വിമാനത്തിലെ ഇക്കണോമിക് ക്ലാസ്സിനെ കന്നുകാലി ക്ലാസ് എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന ഒരു പണാധിപത്യത്തിൻ്റെതായിട്ടുള്ള അഹങ്കാരബോധം ഒരു ഭാഗത്തും, ദാരിദ്ര്യത്തിന്റെ ചവിട്ടുപടിയിൽ നിന്നും വളർന്ന് ദാരിദ്ര്യം അനുഭവിച്ച് പട്ടണം അനുഭവിച്ച് സാധാരണ ജനങ്ങളുടെ ജീവിത ക്ലേശങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് വന്നതായിട്ടുള്ള ഒരു ജനസേവകൻ മറുഭാഗത്തും എന്ന നിലയിൽ 2 ധ്രുവങ്ങളിലാണ് ഈ 2 സ്ഥാനാർത്ഥികൾ നിൽക്കുന്നത്. ഈ 2 ധ്രുവങ്ങളിൽ ഏതിനെ സ്വീകരിക്കണമെന്ന് ഈ തിരുവനന്തപുരത്തെ ഏറ്റവും ജീവിത ക്ലേശങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള ജനങ്ങൾക്കറിയാം. യാതൊരു സംശയവുമില്ല അവർ ബെനറ്റ് എബ്രഹാമിനെ തെരഞ്ഞെടുക്കുമെന്നുള്ള കാര്യത്തിൽ. ഇതിനായി BJP ഒരു പരിശ്രമം നടത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ BJPക്ക് അറിയാം, BJPക്ക് ഈ 7 മണ്ഡലത്തിലെ BJPയുടെ അവസ്ഥയെ സംബന്ധിച്ച് BJPക്ക് അറിയാം. BJP 3-ാം സ്ഥാനത്ത് തന്നെയാണ് പോവുക എന്നുള്ള കാര്യത്തിൽ BJPക്കാർക്ക് ഒരു സംശയമില്ല. എന്നാലും കൊണ്ടുപിടിച്ച പ്രചാരണത്തിലൂടെ താങ്കൾ മുന്നോട്ട് വരികയാണെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള പരിശ്രമം നടക്കുന്നുണ്ട്. അതിലൂടെ വല്ല വോട്ട് ലഭിക്കാൻ വേണ്ടി പറ്റുമോ എന്നാണ് BJP പരിശ്രമിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, BJPക്ക് ഒരു തരത്തിലുള്ള സ്വാധീനവും ഈ തിരുവനന്തപുരത്ത് അങ്ങനെ ഈ മണ്ഡലത്തിനകത്ത് ചെലുത്താനാവില്ല. ഈ രാജഗോപാലിനേക്കാൾ ചില ഹൈന്ദവ വോട്ടുകളെ ലക്ഷ്യം വെച്ച് നിന്നിരുന്നതായിട്ടുള്ള സ്ഥാനാർത്ഥികളെ കരസ്ഥമാക്കി അത്ര ഒരു വോട്ട് ഇപ്രാവശ്യം കരസ്ഥമാക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ള കാര്യത്തിന് സംശയമില്ല. ആരെങ്കിലും തെറ്റിദ്ധരിച്ച് BJPക്ക് വോട്ട് ചെയ്ത് ഒരവസ്ഥ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരുതലുണ്ടാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കേന്ദ്രത്തിൽ ഒരു മതേതര ഗവൺമെന്റാണ് അധികാരത്തിൽ വരിക, അക്കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസിന് അധികാരത്തിൽ വരാനാവില്ല, BJPക്കും അധികാരത്തിൽ വരാനാവില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കേന്ദ്രത്തിൽ 11 ഇടതുപക്ഷ മതേതര പാർട്ടികൾ ചേർന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം സൃഷ്ടിക്കുന്നതായിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഒരു മതേതര ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ആ മതേതര ഗവൺമെന്റിനെ പിന്തുണയ്ക്കാൻ ഇന്നത്തെ സാമ്പത്തിക നയങ്ങൾ തുടരുന്ന UPA ഗവൺമെന്റ് വിരുദ്ധമായിട്ടുള്ള ബദൽ സാമ്പത്തിക പരിപ്രേക്ഷ്യം ഉയർത്തിപ്പിടിച്ച് ബദൽ സാമ്പത്തിക നയങ്ങളുമായി സാധാരണ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു മതേതര ജനാധിപത്യ ഗവൺമെന്റിനെ പിന്തുണയ്ക്കാൻ ഈ പ്രബുദ്ധമായിട്ടുള്ള തലസ്ഥാന നഗരിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്നതായിട്ടുള്ള ഡോക്ടർ ബെനറ്റ് എബ്രഹാമിന് കഴിയും. അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തോടു കൂടി പാർലമെന്റിലേക്ക് തിരഞ്ഞെടുത്തയക്കണമെന്നാണ് എനിക്ക് വളരെ വിനയത്തോടുകൂടി അപേക്ഷിക്കാനുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നവമാധ്യമങ്ങൾ നല്ലൊരു പങ്ക് നിർവഹിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വിശേഷിച്ചും UPA ഗവൺമെന്റിന്റെ ആഗോളവൽക്കരണ സാമ്പത്തിക നയങ്ങൾക്ക് ബദലുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നവമാധ്യമങ്ങൾക്ക് പ്രചാരണ പ്രവർത്തനത്തിലൂടെ സാധിച്ചിട്ടുള്ളതാണ് എൻ്റെ പക്ഷം. ആ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ളവർ നവമാധ്യമങ്ങളിലൂടെ ശ്രമിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് നിർവഹിക്കുന്നത് വിദേശത്ത് എരിപൊരി കൊള്ളുന്നതായിട്ടുള്ള വെയിലത്തും കടുത്ത മഞ്ഞത്തും കാലാവസ്ഥയെ പോലും പരിഗണിക്കാതെ ഈ നാടിനു വേണ്ടി, സ്വന്തം കുടുംബത്തിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി വിയർപ്പൊഴുക്കുന്ന അധ്വാനിക്കുന്നതായിട്ടുള്ള പ്രവാസികളാണ് എന്നുള്ളത് അഭിമാനകരമായിട്ടൊരു കാര്യം തന്നെയാണ്. വിദേശത്താണെങ്കിലും അവരുടെ മനസ്സും ഹൃദയവും എപ്പോഴും സ്വന്തം നാട്ടിലാണെന്നുള്ളതാണ് അവരെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്.
പ്രവാസികൾ ഈ നവമാധ്യമ രംഗത്ത് ഓൺലൈനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ കേരളീയ സമൂഹത്തിൽ തന്നെ കാര്യമായിട്ടുള്ള മാറ്റം വരുത്തുന്നതിന് സഹായിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ നവമാധ്യമ രംഗത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങളും ആശംസകളും നേരാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. നിശ്ചയമായിട്ടും ഈ ഇടപെടൽ തുടരേണ്ടതായിട്ടുണ്ട്. ഏറ്റവും ശരിയായിട്ടുള്ള നിലപാടുകൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ പ്രവാസി സുഹൃത്തുക്കൾ ശ്രമിക്കണം. പ്രവാസികളുടെ പ്രശ്നം ഈ നാടിന്റെ പ്രശ്നമാണ്. പ്രവാസികൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവപ്പെട്ടാൽ ഈ നാടാകെ ദുരിതത്തിലാകുമെന്ന് തിരിച്ചറിവുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം. അതുകൊണ്ടാണ് എപ്പോഴും പ്രവാസി സമൂഹത്തിന്റെ പ്രശ്നങ്ങളോട് ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ട് തയ്യാറാകുന്നത്. അത് തിരിച്ചറിയുന്ന പ്രവാസികളുടെ പിന്തുണ എപ്പോഴും ഞങ്ങൾക്കുണ്ടാവും. പ്രവാസികൾ ഈ ഇടപെടൽ മാത്രമല്ല, നിങ്ങളുടെ കുടുംബങ്ങളിൽ കൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഇടപെടണം, സുഹൃത്തുക്കളോട് സംസാരിക്കണം. ആ നിലയിലൊക്കെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്താൻ ദശലക്ഷക്കണക്കായിട്ടുള്ള പ്രവാസികളുടെ പിന്തുണ ഉണ്ടാകണമെന്ന് വിനയത്തോടു കൂടി ഞാൻ അപേക്ഷിക്കുന്നു.